മകൾ ആരതിയുടെയും പേരക്കുട്ടികളുടെയും കൺമുന്നിൽ വെച്ചാണ് ഭീകരരുടെ വെടിയേറ്റ മലയാളിയായ എൻ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടത്. സന്തോഷത്തോടെ കശ്മീരിലേക്ക് യാത്ര പുറപ്പെട്ട രാമചന്ദ്രന്റെ ചേതനയേറ്റ ശരീരം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചപ്പോൾ വിയോഗം ഉൾക്കൊള്ളാനാകാതെ ഉറ്റവരും സുഹൃത്തുക്കളും വിതുമ്പി. മകൻ അരവിന്ദ് ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലെത്തിയിരുന്നു. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധികളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി പി പ്രസാദ് പുഷ്പചക്രം അർപ്പിച്ചു. സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാലാരിവട്ടം റിനെ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കശ്മീരിൽ രാമചന്ദ്രനൊപ്പമുണ്ടായിരുന്ന ഭാര്യ ഷീലയെയും മകളെയും പേരക്കുട്ടികളെയും നാട്ടിലെത്തിച്ചിട്ടുണ്ട്. അവധിക്ക് ദുബായിൽ നിന്നും നാട്ടിലെത്തിയ മകൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പമായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് രാമചന്ദ്രൻ ഇടപ്പള്ളിയിൽ നിന്ന് കശ്മീരിലേക്ക് വിനോദയാത്ര പുറപ്പെട്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.